ശ്രീ ജവാദ്, ഇതിലിപ്പോ സുന്നി ജമാഅത്ത് തർക്കം ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഒരു ബാലൻസ് വേണമല്ലോ. അപ്പോൾ രണ്ടുപേരും ഒരു പക്ഷത്തിന് രണ്ടുപേരും മറുവശത്തു നിന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്തായാലും ഇവിടുത്തെ ചർച്ച രാഷ്ട്രീയമാണ്. LDF UDF എന്നുള്ളത് തന്നെയാണ് ചർച്ച. അതിൽ സ്വാഭാവികമായിട്ടും തിയോളജിയൊക്കെ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് കടന്നു വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ആരെങ്കിലും ടാർഗറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യമില്ല. ഇവിടെ ഇപ്പോൾ ശ്രീ ഷാഫി ചാലിയൻ ചോദിച്ചൊരു ചോദ്യം പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ AP സുന്നികളും ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഒരുമിച്ച് LDF-നെ പിന്തുണയ്ക്കുകയും ഒരുമിച്ച് അവരുടെ ഭരണകാലത്ത് വിവിധ സംവിധാനങ്ങളിൽ ഹജ്ജ് കമ്മിറ്റി, വഖഫ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പാലോളി കമ്മിറ്റിയുടെ കാര്യം നേരത്തെ പറഞ്ഞു, പാഠപുസ്തകം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവർക്കും പിന്തുണച്ച കാലത്ത് സേ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ UDF-നെ പിന്തുണയ്ക്കുന്നു. നാളെ ഇനിയിപ്പോൾ അവർ ആരെ പിന്തുണയ്ക്കുമെന്ന് അറിയില്ല. ഇതൊക്കെ രാഷ്ട്രീയത്തിലെ കൊടുക്കൽ വാങ്ങലുകളായിട്ട് എടുത്താൽ പോരെ? ഓക്കെ അഭിലാഷ്, ഇതില് പിന്നെ വ്യക്തിപരമായി ഗവേഷകർക്കും ആക്ടിവിസ്റ്റുകൾക്കും ഒക്കെ ചർച്ചകളിൽ ഇടമുണ്ട്. ഏതെങ്കിലും സംഘടനയുടെ ഔദ്യോഗിക പ്രതിനിധികളായിട്ട് മാത്രമല്ല ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കുക എന്ന സാമാന്യ ധാരണ അദ്ദേഹത്തിന് ഉണ്ടാകേണ്ടതായിരുന്നു. ഇതില് വളരെ ഗൗരവതരമായി ഞാൻ ഈ ചർച്ചയിൽ നിരീക്ഷിച്ച ഒരു കാര്യം, VD സതീശന്റെ ആ സ്റ്റേറ്റ്മെന്റിന് ശേഷം ഷാഫി ചാലിയത്തെ പോലെയുള്ള UDF-ന്റെ ഉത്തരവാദപ്പെട്ട നേതാക്കൾ പോലും ജമാഅത്തെ ഇസ്ലാമിയുടെ ഹാക്കിമിയത്ത് വാദങ്ങളെ ന്യായീകരിക്കാൻ അദ്ദേഹം അതിനൊരു ന്യായങ്ങളൊക്കെ ഈ ചർച്ചയിൽ പറഞ്ഞു. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി പോലും പറയാത്ത ന്യായീകരണങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നത് അപകടകരമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇനിൽ ഹുക്കുമോ ഇല്ലാലില്ല, നേരത്തെ പറഞ്ഞു സുന്നി ചിന്തകർക്കും പണ്ഡിതന്മാർക്കും ഒക്കെ എന്താണ് ഈ ചർച്ചയിൽ കാര്യമെന്ന്. ഇത് കേവലം ഒരു പൊളിറ്റിക്കൽ അല്ല. അതാണ് ഞാൻ ഈ ചർച്ചയുടെ ആദ്യത്തിൽ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം എന്നത് RSSന്റെ മതരാഷ്ട്രവാദത്തിൽ നിന്നും വ്യത്യസ്തമാണ്. RSSന്റെ മതരാഷ്ട്രവാദം പൊളിറ്റിക്കലാണ്. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം ഇനിൽ ഹുക്കുമു ഇല്ലാലില്ല എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ നിന്ന് ഒരു വിശ്വാസിയുടെ വിശ്വാസം പൂർണ്ണമാകണമെങ്കിൽ സ്റ്റേറ്റ് നിർബന്ധമാണ് എന്ന വാദത്തിൽ നിന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഹാക്കിമിയത്ത് വാദം, മതരാഷ്ട്രവാദം രൂപപ്പെടുന്നത് തന്നെ. അത്തരം ഒരു തിയോളജിക്കൽ പ്രശ്നത്തിലാണ് VD സതീശൻ ഇടപെട്ടിരിക്കുന്നതും ജമാഅത്തെ ഇസ്ലാമിയെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നതും. അത് അങ്ങേയറ്റം അപകടകരമായ ഒരു കാര്യമാണ്. ഒരു മുസ്ലിമിന് ഇസ്ലാമിക ജീവിതം സമ്പൂർണ്ണമാകണമെങ്കിൽ സ്റ്റേറ്റ് നിർബന്ധമാണ് എന്നാണ്. അതിൽ ഷാഫി ജാലിയത്തിന് സംശയമുണ്ടെങ്കിൽ മൗദൂദിയുടെ കുത്തുബാത്ത് ജമാഅത്തെ ഇസ്ലാമി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിന്റെ 264-ാമത്തെ വാദത്തിൽ പേജിൽ എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഹാക്കിമിയത്ത് വാദം എന്ന് വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ശ്രീ ജിൻഡോ ജോൺ നേരത്തെ ഇതിൽ എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രശ്നം, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വല്ല നടപടികൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു. ഖേദമുണ്ട് നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പ്രവർത്തകർക്ക് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചുള്ള ഇത്രയും ധാരണയില്ലായ്മ കാണുമ്പോൾ. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കോൺഗ്രസ് ഭരണകൂടം തന്നെ 2 തവണ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ എന്ത് കണ്ടിട്ടാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ ഹൈക്കോടതിയിൽ UDF ഭരണകൂടം സത്യവാങ്മൂലം നൽകിയത്? അതിന്റെയും അപ്പുറം ഇനി രമേശ് ചെന്നിത്തല ഒരുപക്ഷെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അത്ര കണ്ട് സ്വീകാര്യനായിരിക്കില്ല. പക്ഷെ അതേ സമയത്ത് 1953 സെപ്റ്റംബർ 1 ഇന്ത്യൻ പാർലമെന്റിൽ വാരാണസിയിൽ നിന്നുള്ള കോൺഗ്രസിന്റെ MP ആയ രഘുനാഥ് സിംഗ് ജമാഅത്തെ ഇസ്ലാമിയുടെ അപകടകരമായ വാദങ്ങൾ ഈ രാജ്യത്തിനെ ഗുരുതരമായി ബാധിക്കുന്നതിനെ കുറിച്ച് ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അന്ന് കോൺഗ്രസിന്റെ മന്ത്രിയായ KN ഗഡ്ജു അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ നിഗൂഢമായ പ്രവർത്തനങ്ങളെ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട് എന്നും നടപടികൾ സ്വീകരിക്കും എന്നുമാണ് MP രഘുനാഥ് സിംഗിന് കോൺഗ്രസിന്റെ MPക്ക് അദ്ദേഹം നൽകിയ മറുപടി. അതിനുശേഷം 1953 സെപ്റ്റംബർ 15 കൈലാസ് നാഥിന് ജവഹർലാൽ നെഹ്റു അയക്കുന്ന ഒരു കത്തുണ്ട്. അതിൽ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറയുന്നത് അറ്റർലി ബിഗറ്റഡ് എന്നാണ്, അന്ധമായ മതഭ്രാന്തന്മാർ. അതിനുശേഷം ജവഹർലാൽ നെഹ്റു പറയുന്നു, ഈജിപ്ത്, ഇന്തോനേഷ്യ പോലെയുള്ള മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ഈ സംഘടന അപകടങ്ങൾ ഉണ്ടാക്കുകയും മുസ്ലിം രാജ്യങ്ങൾ പോലും ഇത്തരം സംഘടനകളെ, ജമാഅത്തെ ഇസ്ലാമിക്ക് സമാനമായ ബ്രദർഹുഡ് പോലെയുള്ള സംഘടനകളെ നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിനെ നിരീക്ഷിക്കാൻ വേണ്ടി എല്ലാ സ്റ്റേറ്റ് ചീഫിലും നിർദ്ദേശം കൊടുക്കണം. ഹൈദരാബാദ്, ഡൽഹി, മലബാർ, ഉത്തർപ്രദേശ്, നാഗ്പൂർ പോലെയുള്ള പ്രദേശങ്ങളിൽ ഇവർ വ്യാപിച്ചു വരുന്നുണ്ട്. വേണമെങ്കിൽ അവരുടെ പ്രധാന നേതാക്കന്മാരെ തടവിലിടുന്നതിനെ കുറിച്ചും ആലോചിക്കണമെന്ന് കൈലാസ് നാഥിന് 1953 സെപ്റ്റംബർ 15 ജവഹർലാൽ നെഹ്റു കത്തയച്ചിട്ടുണ്ട്. അതിനുശേഷം സമ്പൂർണ്ണാനന്ദിനും 1956 സെപ്റ്റംബറിൽ ജവഹർലാൽ നെഹ്റു ഒരു കത്തയക്കുന്നുണ്ട്. വേഴ്സ്റ്റ് ഓർഗനൈസേഷൻ എന്നാണ് ജവഹർലാൽ നെഹ്റു ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് സമ്പൂർണ്ണാനന്ദിന് നൽകിയ കത്തിൽ പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി അപകടകരമായ സംഘടനയാണ്. ജമാഅത്ത് ഇസ്ലാമിക്ക് സമാനമായ ബ്രദർഹുഡ് പോലെയുള്ള സംഘടനകളെ മുസ്ലിം ഏകപക്ഷീയമായ ചർച്ചയാണ്. വളരെ ഷെയിമാണ് ഈ ചർച്ച. അപ്പൊ താങ്കൾക്ക് ഒരു അഭിപ്രായമില്ല ശ്രീ? താങ്കളാണ് ആദ്യത്തെ 5 മിനിറ്റ് സംസാരിച്ചത്. 8-10 വരെയുള്ള ആദ്യത്തെ 5 മിനിറ്റ് ജമാഅത്തെ ഇസ്ലാമി ഇല്ലാത്ത അവരുടെ ഒരു പ്രതിനിധി വിളിക്കണം അഭിലാഷേ.
അവരൊരു പ്രതിനിധി ഇല്ലാതെ ഏകപക്ഷീയമായി ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആ നിലയ്ക്ക് സംസാരിക്കാൻ കഴിയുന്ന ആരെങ്കിലും ടെലിഫോണിൽ കിട്ടുമെന്ന് ഞാൻ അന്വേഷിക്കാം. താങ്കൾ പറയുന്നുണ്ടല്ലോ മറുപടി, ജിൻഡോ ജോണും പറയുന്നുണ്ട്. ബന്ധപ്പെട്ട രേഖകളുണ്ട്. ഞാൻ പലപ്പോഴും എനിക്ക് ജമാഅത്തെ ഇസ്ലാമിനെ ന്യായീകരിക്കേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് ജമാഅത്തെ എന്ത് ബന്ധമുള്ളത്? ഞാൻ ജമാഅത്തെ നിയോജിക്കുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട്. ശരി, ഓക്കെ, ഇനി അദ്ദേഹം പറയട്ടെ. ജമാഅത്തെ ഇസ്ലാമിയുടെ ആർഗ്യുമെന്റ് നിങ്ങൾ ആലോചിക്കണം. ഇവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ 2 വിഭാഗവും 100ാം വാർഷികം ആഘോഷിക്കുന്ന സമയമാണ്. കേരള യാത്ര കഴിഞ്ഞ് കാന്തപുരം ഉസ്താദ് കോഴിക്കോട് എത്തിയപ്പോൾ നടത്തിയ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിലെ ഞാൻ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതിന് വല്ല മറുപടി ഉണ്ടോ ഈ ഉസ്താദിന്റെ അടുത്ത്? ഈ ജമാഅത്തെ ഇസ്ലാമിന്റെ കൂടെ എന്തിനാണ് ഈ കമ്മിറ്റികളിൽ ഇരുന്നത് ഈ ഭീകരവാദികളോടൊപ്പം? ആ ചോദ്യത്തിന് എന്താണ് ഉസ്താദിന് പറയാനുള്ളത്? അത് വിമർശിച്ചുകൊണ്ട് കാസർഗോഡ് കുനിയയിൽ ഈ കെ വിഭാഗത്തിന്റെ അതിന് വല്ല മറുപടി ഉണ്ടോ ചോദിക്കേ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ചത് പോലും ഇത്തരം തീവ്ര ആശയങ്ങളുള്ള സംഘടനകളെ ഇവിടെ നിങ്ങൾ ആലോചിക്കണം. ശംസുൽ ഉലമ കുത്തുബി മുഹമ്മദ് മുസ്ലിയാരെ പോലെയുള്ള ഷാലിയാത്തിയെ പോലെയുള്ള സമസ്തയുടെ സ്ഥാപക എല്ലാം ഓക്കെ. എന്തിനാണ് ജമാഅത്തെ ഇസ്ലാമിനോടൊപ്പം വിവിധ സർക്കാർ കമ്മിറ്റിയിൽ 5 കൊല്ലം ഇരുന്നത്? അന്നേരം ഒരു ഐത്തുമില്ലല്ലോ. അതിന് സമാധാനം പറയാതെ വേറെന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് കാര്യമില്ല. ഈ നാട്ടിലെ സൗഹാർദ്ദവും സ്നേഹവും നിലനിൽക്കാൻ വേണ്ടി ചോദിക്കാം അഭിലാഷേ, അതിന് മറുപടി കേൾക്കുന്നുണ്ട്. പാസാക്കിയ സമസ്ത കേരള ജമിയത്തുൽ ഉലമകളാണ് ഇപ്പോൾ. അതിനൊന്നും മറുപടി ഇല്ല. അധികാരത്തിന്റെ കോലിമുട്ടായി ഊമ്പാൻ ഇവർക്ക് ജമാഅത്തെ ഇസ്ലാമി ഒന്നും തടസ്സമല്ല. മനസ്സിലായിക്കോളി. കാന്തപുരം വിഭാഗത്തെ കുറിച്ചാണോ ഷാഫിച്ചാരി? നാളെ വിവാദം പിന്നെ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. അധികാരത്തിന്റെ കോലുമുട്ടായി എന്നൊക്കെ ഒരു വിഭാഗത്തെ പറഞ്ഞാൽ അതല്ല ഞാൻ പറഞ്ഞത്. ഞാനിപ്പോഴും ഞാനൊരു വിഭാഗത്തല്ല പറഞ്ഞത്. ഇത്ര അസ്പൃശ്യത ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പാടുണ്ടോ എന്നൊരു ന്യായമായ ചോദ്യമുണ്ട്. അല്ലാതെ ആ വിഭാഗവുമായിട്ടുള്ള പ്രശ്നമില്ല. ആ വിഭാഗത്തിന് ഇദ്ദേഹം പറഞ്ഞ ന്യായങ്ങളൊന്നുമില്ല. ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ആദരവോട് കൂടി ഈ കാന്തപുരം ഉസ്താദ് വേദിയിലേക്ക് വിളിക്കില്ലല്ലോ. എത്ര ബഹുമാനത്തിലാണ് പ്രതിപക്ഷ നേതാവിനോട് കാന്തപുരം ഖലീൽ തങ്ങളൊക്കെ പെരുമാറുന്നത്? ഈ മനുഷ്യൻ മാത്രമാണല്ലോ അദ്ദേഹത്തെ വ്യക്തിപരമായി എതിർക്കുന്നത്. അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ശരി, ഓക്കെ, വഴക്ക് വേണ്ട. ഞാൻ